മറ്റേ വാങ്ങല് മറ്റേ പോസ്റ്റിൽ വരുമ്പോഴല്ലേ രണ്ടും കൈ കിട്ടുക. ഓക്കെ. തിരക്കില്ല ഈ സമയത്ത്. ഏതായാലും അത് ആക്റ്റീവ് തിരക്കില്ല. ഭയങ്കര തിരക്കുണ്ടാവും. എല്ലാരും വർത്താനം പറഞ്ഞു അതിൻ്റെ ഉള്ളിൽ. KFC പുതിയ തുടങ്ങിയ അവിടെ പഴയ തന്നെ അല്ലേ, മാറ്റങ്ങൾ വരുത്തിന്നുള്ളൂ. പേടിച്ചു പോയതാ. അതെ, നിർത്തി പോയാ? നിർത്തിയല്ല, ഇവിടുത്തെ പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ട് കേറാൻ വേണ്ടിട്ട്. ഐഡിയ ഉണ്ടോ? ഐഡിയ ഒക്കെ ഉണ്ടാവും. വിളിച്ചിട്ടുണ്ടായിരുന്നേ. ഇന്നല്ല, ഫോണിന്റെ ഒന്നും ഒരു ക്ലിയർ ആക്കണില്ല. അന്ന് ഓരോ വാണിംഗ് വരുന്നുണ്ട്. വാണിംഗ് എന്ന് പറഞ്ഞാൽ മറ്റേ കമ്പ്യൂട്ടർ കാർഡിൽ. കാനഡ വിശേഷങ്ങൾ പറയേ. കാനഡ വിശേഷങ്ങൾ അതൊക്കെ തന്നെയാണ്. അവർ കുറെ ബലൂണ് വീർപ്പിച്ച് വെച്ചാണ്. ബാങ്കിങ് സിസ്റ്റം മോശമാണ്. പിന്നെ $1000 കൂടുതൽ അയക്കാൻ പറ്റില്ല ഒരു ദിവസം. പിന്നെ നമ്മള് ഒരു $4000 അധികം കൂടുതൽ പുറത്തേക്ക് അയക്കാൻ പറ്റില്ല ഒരു ദിവസം. ആപ്പിലൂടെ ഒരു ദിവസം. അപ്പൊ അതിന്റെ കൂടുതൽ അയക്കണമെങ്കിൽ ബാങ്കിൽ പോകണം. അവിടെ ഡയറക്ടറിന് വേണ്ടിട്ട് നാട്ടിലേക്ക് അയക്കാൻ വേണ്ടിട്ട് $4000 അയക്കണം. അപ്പോൾ പിന്നെ അവിടെ ബ്രാഞ്ചിൽ ഒരുത്തനാണ്, ഒരു ഇംഗ്ലീഷ് വൈറ്റ് ആണ്. അപ്പോൾ എന്നോട് വെച്ച് എന്തിനാ അയക്കണത്? ഞാൻ മെഡിക്കൽ പർപ്പസ് ഇളിഞ്ഞ ചിരി. എന്താ ചിരിക്കണ ചോദിച്ചു. അപ്പോൾ ഒന്ന് ഇതായി. ആളെ കളിയാക്കണ ചിരിയില്ലേ, നമ്മള് സത്യം പറയുമ്പോ ഓന് വേറെ ഇതില് പിന്നെ നത്തിങ് തന്നെ. അപ്പോൾ അടുത്തുള്ള പെണ്ണ് ഇങ്ങനെ നോക്കി. മീൻസ് ഞാൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ട് ഓനിങ്ങനെ ഒരു ഇളിഞ്ഞ ചിരി ചിരിച്ചപ്പോഴേ ഞാൻ ഓനോട് ചോദിച്ചു എന്തിനാ പൈസ അയക്കണേ? ഞാൻ പറഞ്ഞു മെഡിക്കൽ പർപ്പസ് തന്നെ. അപ്പോൾ ഇങ്ങനെ ഇളിഞ്ഞ ചിരി. എന്താ 4 ലക്ഷമൊക്കെ പിന്നെ മെഡിക്കൽ പർപ്പസിന് അയക്കും. ഇനി വിവരമില്ലാത്തതുകൊണ്ട് വണ്ടികളൊന്നും ശരിയായിട്ടല്ല ഓടിക്കണേ അല്ലേ. പിന്നെ ഇപ്പൊ അവിടെ കുറെ ഇഞ്ചിൻസ് ഉള്ളതുകൊണ്ട് പണ്ടൊക്കെ ഇങ്ങനെ പറയുന്നത് 2 വർഷം മുമ്പൊക്കെ ഭയങ്കര സൈലന്റ് ചെയ്യുന്നില്ല റോഡില്. ഇങ്ങനെ എന്താ റോഡിൽ
ഇതില്ലേ ഒരു മത്സര ബുദ്ധിയോടെ കൂടെ ആൾക്കാർ ഓടിക്കണം, ഹോണടി കാര്യങ്ങൾ. ഇന്ത്യൻസ് കൂടുതലുണ്ടായണ്ട ഇങ്ങനെ പറയണത് ഇന്ത്യൻസ് അല്ല, ഏഷ്യൻസും പിന്നെ ഈ അറബ്സ് ഒന്നാ പറയാനില്ല. ഓരോരോ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ. അറബ്സ് ഉണ്ടായിനവിടെ. അറബ്സ് അവിടെ ഇത് കൊടുക്കൂലേ PR ഡയറക്റ്റ്, അത് കോമഡിയാ. അഭയാർത്ഥികൾക്കൊക്കെ അങ്ങനെ. പിന്നെ ഇങ്ങനെ ക്രോസ് ചെയ്യുകയാണെങ്കിലേ എല്ലാരും വണ്ടി ചവിട്ടി കൊടുക്കും അവിടെ. അത് ശരിക്ക് അങ്ങനെ വേണം. ദുബായിൽ അങ്ങനെയാണ്, ഇല്ലേ ഫൈനാണല്ലോ. ഇവിടുത്തെ തന്നാ എനിക്കറിയാം, പക്ഷെ ഇവിടെ അങ്ങനെ ഞാൻ പിന്നെ ഒരു PS4ഉം VR ഒക്കെ വാങ്ങിക്കണ്. എന്നിട്ട് അത് അങ്ങനെ കളിക്കുകയല്ല, ചിലപ്പോൾ അതിലിങ്ങനെ 3D ഗെയിം ഉണ്ടാവും. നമ്മളിങ്ങനെ 4 സൈഡ് നോക്കിക്കഴിഞ്ഞാലും കളിക്കാൻ പറ്റിയ ഗെയിം. 4 സൈഡും ഇതുണ്ടാവും. നമുക്കിങ്ങനെ തിരിഞ്ഞു നോക്കിയാലൊക്കെ അവിടെ ഒക്കെ ഉണ്ടാവും. ലുലുവിൻ്റെ എൻട്രൻസ് നല്ല വർക്കിംഗ് ആണല്ലോ അവിടെ സ്ഥാനത്തുള്ള.